ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഓർഡർ ഉള്ളത് ചാർക്കോൾ സോപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് ടോട്ടൽ 50 സോപ്പിൻ്റെ ഓർഡറാണ് ഉള്ളത്. അപ്പം നമ്മൾ 5 കിലോ സോപ്പ് ബേസ് വെച്ചിട്ടാണ് കേട്ടോ സോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 30 സോപ്പ് ഒരു കസ്റ്റമറിനും 20 സോപ്പ് വേറൊരു കസ്റ്റമറിനും ആയിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് 50 സോപ്പിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ്. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് ആണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സോപ്പുകളും മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബേസ് ആണ് കേട്ടോ നമ്മുടെ. അപ്പോൾ അതേ 5 കിലോ സോപ്പ് ബേസ് ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സോപ്പ് ബേസ് നമ്മൾ നല്ല ക്വാളിറ്റി ബേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കട്ടിയും അതുപോലെ തന്നെ പതയും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് റേറ്റ് കുറവിൻ്റെ ബേസുകളും അവൈലബിൾ ആണ്. പക്ഷേ ആ ബേസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ട് സോപ്പുകൾ മേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ പ്രീമിയം ക്വാളിറ്റി സോപ്പ് ബേസ് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ വലിയൊരു പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ സോപ്പ് ബേസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ മെൽറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതിയേ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതേ സോപ്പ് ബേസ് നല്ല രീതിയിൽ തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് കൂടുതൽ ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇളക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പിൽ പത പെട്ടെന്ന് വരും. അപ്പം അത് പോകാനായിട്ട് കുറച്ച് പ്രയാസമാണ് കേട്ടോ. നമുക്ക് ചാർക്കോൾ പൗഡർ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റോസ് വാട്ടറിലാണ് ചാർക്കോളിൻ്റെ പൗഡർ അലിയിച്ചെടുക്കുന്നത് കേട്ടോ. ഡയറക്റ്റായിട്ട് നമ്മുടെ സോപ്പിലേക്ക് ഇടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കും. അതിനായിട്ടാണ് നമ്മളിങ്ങനെ DM വാട്ടറിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ റോസ് വാട്ടറൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ആഡ് ചെയ്തുകൊണ്ടും യാതൊരു പ്രശ്നവും വരുന്നില്ല. ഇപ്പോൾ റോസ് വാട്ടർ ഇല്ലാത്തവരാണെങ്കിൽ DM വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചാർക്കോൾ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിൽ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ, ഇതെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഐറ്റംസ് ആണ് നമ്മുടെ സോപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോപ്പ് പ്രീമിയം സോപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ ആയാലും നമ്മൾ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ടാബ്ലറ്റ് ആണെങ്കിൽ നമുക്ക് അതും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഓയിലാവുമ്പോൾ നമുക്ക് അധികം വേണ്ടി വരില്ല കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്മെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അളവുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിലോൻ്റെ അളവാണെങ്കിലും നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കാണ് കേട്ടോ നമ്മൾ ബേസ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിമ്പിൾസിനൊക്കെ ആയിട്ടാണ് കൂടുതൽ ചോദിക്കുന്നത്. ഓയിലി സ്കിന്നുകാർക്കാണ് കേട്ടോ നമ്മൾ കൂടുതലും ഈ സോപ്പ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എഫക്റ്റീവാണ് നമ്മുടെ ചാർക്കോൾ സോപ്പ്. പിമ്പിൾസ് ഒക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ മോൾഡിലേക്കും നമ്മുടെ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സോപ്പ് സെറ്റ് ആവണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് വെയിലത്ത് വെച്ച് ഉണക്കണോ എന്നുള്ളത്, ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ വെച്ചുണ്ടാക്കുന്നത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബേസ് ആണെങ്കിൽ നമുക്കൊരു 1.5 മണിക്കൂറിന് ശേഷം സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സോപ്പുകളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോ സോപ്പുകളായിട്ട് മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചാർക്കോൾ സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഇതുപോലെ ഓർഡറുകൾ അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. അപ്പോൾ എത്ര എണ്ണമാണ് നിങ്ങൾ പറയണത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സോപ്പുകൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെച്ചെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ചാർക്കോൾ സോപ്പിൻ്റെയോ ഏത് സോപ്പിൻ്റെ വേണമെങ്കിലും കിറ്റ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ്. പോസ്റ്റ് വഴി അല്ലെങ്കിൽ DTDC കൊറിയർ സെൻറ്റർ വഴിയായിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർക്കോൾ പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ചാർക്കോൾ ബേസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ക്ലീൻ ഫിലിം വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. വേറെ നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് കവറിലേക്കൂടെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലീൻ ഫിലിം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡബിൾ ലെയറായിട്ട് കവർ ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പിനും അതൊരു സേഫ്റ്റിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്നും കേട് വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സോപ്പിന് തന്നെ ഒരു പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ 2
ആയിട്ട് കവർ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം നമ്മൾ കവർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോപ്പിന് ഡാമേജ് പറ്റാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ 2 വട്ടം കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ സോപ്പ് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയ സോപ്പുകളെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കിറ്റുകൾ അയച്ചു തരുന്നതാണ് കേട്ടോ. കിറ്റുകൾ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോപ്പുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ബൈ.